ശ്രീ ഡയറി ഫാമിലെ ഗോവർദ്ധന ഗീതി. ഒരു കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിന്റെ ആഭിജാത്യം പ്രഘോഷണം ചെയ്തിരുന്നത് അവിടുത്തെ കാലികളുടെയും വൈക്കോൽ പന്തലുകളുടെയും എണ്ണമായിരുന്നു. ഓരോ വീടിന്റെയും നടുമുറി കാലിത്തൊഴുത്താക്കിയിട്ടുള്ള വീടുകൾ ഒരുപക്ഷെ ഇന്നും വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ കണ്ടേക്കാം. യദുകുല ഗോപാലന്റെ മുന്നിൽ തിരിതെളിയിച്ച് സ്വന്തം കുടുംബത്തിന്റെ സമ്പത്തും ഭാഗ്യവുമായ ഗോക്കളുടെ പരിചരണത്തിലൂടെ ആഹ്ലാദഭരിത ദിനങ്ങൾ മുതൽക്കൂട്ടാക്കി വിജയം വരിക്കുന്ന ഒരു ഗോകുലത്തിലാവാം ഇന്ന് നൂറുമേനിയുടെ പ്രാതൽ. നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കിഴക്കേക്കര തേവലക്കരയിൽ രാജശ്രീ നിലയത്തിലെ ജി ശ്രീകുമാർ കുടുംബം വക ശ്രീ ഡയറി ഫാമിലാണ്. കന്നുകുട്ടികൾ ഉൾപ്പെടെ 36 പശുക്കളാണ് ശ്രീകുമാറിനുള്ളത്. അതിൽ 19 എണ്ണത്തിന് ഇപ്പോൾ കറവയുണ്ട്. ഏകദേശം 230 ലിറ്റർ പാൽ ദിനം പ്രതി ലഭിക്കുന്നു. 8 പ്രസവം കഴിഞ്ഞ പശുവും കൂട്ടത്തിലുണ്ട്. വർഷാവർഷം ഓരോ പശുവും ഓരോ കുഞ്ഞിനെ ഫാമിന് സമ്മാനിക്കുന്നു എന്നത് ഈ ഫാമിന്റെ വിജയത്തിന് ഒരു പ്രധാന കാരണമാണ്. HF, ജേഴ്സി എന്നീ ഇനം പശുക്കളാണ് ഇപ്പോൾ ഈ ഫാമിലുള്ളത്. പുല്ല് തന്നെയാണ് പ്രധാന ആഹാരം. 3 ഏക്കറോളം സ്ഥലത്ത് CO3 ഇനം പുല്ലാണ് സമൃദ്ധമായി വളർന്നു നിൽക്കുന്നത്. ഓരോ പുല്ലരിയലിനും 40 ദിവസത്തെ ഇടവേള മതിയാവും. കരുനാഗപ്പള്ളി ഡയറി ഫാം ഇൻസ്ട്രക്ടറായ AN തോമസുമായി ജി ശ്രീകുമാറിന്റെ അഭിമുഖത്തിന് നമുക്കൊന്ന് കാതോർക്കാം. ശ്രീകുമാർ എത്ര വർഷമായിട്ട് ഈ തൊഴിലിലേക്ക് എത്തിയിട്ടാണ്? അതിന് വരാനുള്ള പ്രചോദനം എന്താണ്? അത് എൻ്റെ അമ്മയുടെ കാലം തൊട്ടേ പശു വളർത്തലുണ്ട്. ഈ കിഴക്കേക്കര സൊസൈറ്റി രൂപീകൃതമായിടം തൊട്ട് അമ്മ അതിലെ അംഗമാണ്. അത് കണ്ടിന്യൂ ചെയ്താണ് ഞാൻ അന്ന് 2 പശുവേ ഉള്ളൂ. അത് കണ്ടിന്യൂ ചെയ്താണ് ഞാൻ ഈ രംഗത്തോട്ട് കടന്നു വരുന്നത്. ഏകദേശം 10 വർഷത്തോളമായി ഈ രംഗത്ത് വന്നിട്ട്. ഫാം നടത്തുന്നതുകൊണ്ട് ലാഭകരമാണോ? പ്രചോദനം മറ്റുള്ളവർക്ക് തുടങ്ങാൻ ഒരു തൊഴിൽ സംരംഭം എന്നുള്ള രീതിയിൽ നടത്താൻ പ്രചോദനമാകുമോ? തീർച്ചയായിട്ടും ലാഭകരം തന്നെയാണ്. പിന്നെ ഇത് മെയിനായിട്ട് ചെയ്യേണ്ടത് ഇതിനകത്ത് നമ്മുടേതായ ഒരു ശ്രദ്ധയും നമ്മുടെ ഒരു അധ്വാനവും ഇതിനകത്ത് വളരെയധികം അത്യാവശ്യമാണ്. അല്ലാതെ ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് ദൂരെ മാറി നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സല്ല. കാര്യം ദൈനംദിനം പശുക്കൾക്കുള്ള അസുഖം, പശുവിന് എത്ര പാല് കുറയുന്നുണ്ടോ, അതിൻ്റെ ആ പശുവിൻ്റെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് പിന്നെ നമുക്ക് വളരെയധികം തീറ്റപ്പുല്ലാണ് ഇതിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകം. അത് വളരെയധികം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കൂ. ഒപ്പം തന്നെ സജീവ സാന്നിധ്യം, അതായത് ഒരു ജോലിക്കാരൻ ഇല്ലെങ്കിൽ നമുക്കത് കയറി ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയത്തിലെത്തിക്കാൻ പറ്റുകയുള്ളൂ. എന്തെല്ലാം തീറ്റകളാണ് കൊടുക്കുന്നത്? നമ്മൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭിക്കുന്ന തീറ്റയ്ക്ക് പുറമെ പിന്നെ നമ്മൾ ഈ ശീമക്കൊന്നയുടെ ഇല, പിന്നെ നമ്മുടെ തന്നെ സ്വന്തം നെൽകൃഷിയുണ്ട്, അതിൻ്റെ കച്ചി, പിന്നെ ഈ നമ്മുടെ നാട്ടുപ്രദേശത്ത് ലഭ്യമായ വാഴ അങ്ങനെയൊക്കെ കൊടുക്കും. പിന്നെ ഒപ്പം തന്നെ നല്ല തീറ്റയും കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടി പുണ്ണാക്ക്, എള്ളും പുണ്ണാക്ക്, ഇത് പിന്നെ പെല്ലറ്റ്, ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത്, പച്ചപ്പരുത്തി, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ കപ്പലണ്ടി പുണ്ണാക്കും എള്ളും പുണ്ണാക്കും എല്ലാ സമയത്തും കൊടുക്കത്തില്ല. കപ്പലണ്ടി പുണ്ണാക്ക് പെറ്റ് 3-4 മാസം ആ ഒരു സമയത്തേ കൊടുക്കൂ. എള്ളും പുണ്ണാക്ക് ചനയിൽ നിൽക്കുന്ന സമയത്തും പ്രസവത്തിന് 1 മാസം അങ്ങനെ കൊടുക്കും. എത്ര ജോലിക്കാരുണ്ട്? വീട്ടിലുള്ള എല്ലാവരും ഇതിനകത്ത് സഹകരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഒറ്റയ്ക്ക് ഇത് നടത്തിക്കൊണ്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം വീട്ടുകാരുടെ സഹകരണം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ പരാജയപ്പെട്ടു പോകും. 24 മണിക്കൂറും ജോലിയാണ്. അപ്പം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടുകാരുടെ സഹകരണം വേണം. അവർ തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ, പ്രത്യേകിച്ച് അമ്മയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെടുംതൂണ്. പിന്നെ എൻ്റെ ഭാര്യയെ അവരും വളരെ
കാര്യമായിട്ട് ഇതിനകത്ത് സഹായിക്കുന്നുണ്ട്. എൻ്റെ ജോലിക്കാർ 10 വർഷത്തോളം എൻ്റെ കൂടെ ഒരേ ജോലിക്കാരാണ് നിൽക്കുന്നത്. എത്ര പശുക്കളുണ്ട്? ഏതെല്ലാം വിധത്തിലുള്ള പശുക്കളുണ്ട്? തുടക്കം മുതലുള്ള ഒരു പശു നമ്മുടെ കയ്യിലുണ്ട്. അത് ഇപ്പം 8 പ്രസവം കഴിഞ്ഞ് 9ാമത്തെ ചനയിൽ നിൽക്കുകയാണ്. നമുക്ക് അത് ദിവസം 25-26 ലിറ്റർ പാലോളം ഉൽപ്പാദനമുണ്ട്. അതിൻ്റെ തന്നെ 3-4-5 കുട്ടികൾ ഇവിടെ ഉണ്ട്. അതും മോശമല്ലാത്ത രീതിയിൽ ഉണ്ട്. അതിൻ്റെയും അങ്ങനെ നമ്മൾ കുട്ടികളെ അങ്ങനെ വലുതായിട്ട് കൊടുക്കാറില്ല. ഞാൻ എൻ്റെ കുട്ടികളെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ആ കുട്ടി നമ്മൾ നോക്കി വളർത്തുമ്പോൾ അത് പ്രസവിച്ച് കഴിയുമ്പോൾ എത്ര കുറവാന്ന് പറഞ്ഞാലും 10 ലിറ്റർ പാല് രാവിലെ, ഒരു 6 ലിറ്റർ പാൽ ഉച്ചയ്ക്കും കറക്കാവുന്ന അവസ്ഥയിലുള്ള കുട്ടികളാണ്. 36ഓളം കിടാക്കൾ ഉൾപ്പെടെ 36ഓളം ഉരുക്കളുണ്ട്. പിന്നെ ആടുണ്ട്, പിന്നെ പോത്തിൻ്റെ ഇതുണ്ട്, വളർത്തുണ്ട്. ഈ പശുക്കളുടെ പ്രസവം തമ്മിൽ ഒരു പശു പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രസവം എത്ര മാസത്തിന് ശേഷമാണ്? നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞൊരു 3 മാസം കഴിയുമ്പോൾ 4 മാസത്തിനകത്ത് കുത്തിവെക്കുകയും അത് ചനയാവുകയും പിന്നെ ചന പിടിക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് ഡോക്ടർ വന്ന് പരിശോധിച്ച് അതിൻ്റെ മരുന്നുകൾ ചെയ്ത് അടുത്ത കുത്തിവെച്ച് ചനയാക്കുകയും. ഇവിടെ ചന പിടിക്കാതെ നമ്മളങ്ങനെ പശുക്കളെ കൊടുത്തിട്ടില്ല. ചിലപ്പം 1 മാസം അല്ലെ ആദ്യത്തെ കുത്ത് അല്ലെങ്കിൽ 2ാമത്തെ കുത്തിന് ചന പിടിക്കുക. അത് ഡോക്ടറുടെ ഒരു സഹായമുണ്ട്. അത് ഡോക്ടർ കാര്യമായിട്ട് നോക്കി എൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞ് അതിന് മരുന്ന് ചെയ്ത് മാറ്റും. 1 ലിറ്റർ പാലിന് എത്ര രൂപ ചിലവുണ്ടാവും ഉൽപ്പാദിപ്പിക്കുന്നതിന്? നമുക്ക് ഇപ്പോൾ ഈ നാട്ടിലെ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഒരു 21 രൂപ 22 രൂപ ശരാശരി 1 ലിറ്റർ പാലിന് ചിലവ് വരുന്നുണ്ട്. ഈ സർക്കാർ ഏജൻസികളിൽ നിന്നുള്ള സഹായങ്ങൾ എന്തെല്ലാം ലഭിച്ചിട്ടുണ്ട്? മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ഫാം സ്കൂള് അത് കിട്ടിയിട്ടുണ്ട്. അത് 1 ലക്ഷം രൂപയായിരുന്നു. അതിനാണ് ബയോഗ്യാസും പിന്നെ ഈ ചാഫ് കട്ടറും ഇതുമൊക്കെ നമ്മൾ എടുത്തത്. അത് വലിയൊരു സഹായമായിരുന്നു. ക്ഷീരവികസന വകുപ്പിൽ നിന്ന് സ്പ്രിങ്ക്ലറ്, പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് ഷെഡിൻ്റെ മെയിൻ്റെനൻസിനുള്ള പൈസ, പുൽകൃഷിക്കുള്ള സഹായം, സാറിൻ്റെ സഹായം വളരെ ഉണ്ട്. പിന്നെ ഉഷകുമാരി മാഡത്തിൻ്റെയും മുൻപ് ഇരുന്ന വിജയലക്ഷ്മി മാഡം, ഇവരെല്ലാം നമ്മളെ വളർച്ചയെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാലാവസ്ഥയ്ക്കനുസരിച്ച് 2 ചിലപ്പോൾ 3 തവണ കുളിപ്പിക്കും. കറവയ്ക്കായി 3, പുല്ലരിയൽ, തീറ്റൽ, ശുചീകരിക്കൽ തുടങ്ങിയ കാര്യങ്ങൾക്കായി 2 തൊഴിലാളികൾ ഇപ്പോഴുണ്ട്. പ്രഭാതത്തിൽ 3:30-നും സായാഹ്നത്തിൽ 12:30-ക്കും കറവ ആരംഭിക്കും. തേവലക്കര വെറ്റിനറി സർജൻ ഡോക്ടർ എസ് രാജേഷ് കുമാറിൻ്റെ വിലയിരുത്തൽ ശ്രദ്ധിക്കാം. ഈ ഫാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രോപ്പർ മാനേജ്മെൻറ്റ്, അതായത് കറക്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ വിജയകരമായിട്ടൊരു ഫാം നടത്തിക്കൊണ്ട് പോകാം എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഫാം. ഉദാഹരണത്തിന് ഈ പശുവിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഇത് പ്രസവിച്ച് ഇപ്പോൾ കഷ്ടിച്ചൊരു 4 മാസം ആയപ്പോഴത്തേക്ക് തന്നെ ഹീറ്റ് കാണിക്കുകയും ഫസ്റ്റ് ഹീറ്റ് കറക്റ്റ് ടൈമിൽ കണ്ടുപിടിച്ച് അതിനെ ഇൻസെമിനേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യസമയത്ത് ഇത് ഏകദേശം 1 വർഷത്തിൽ ഒരിക്കൽ തന്നെ ഓരോ പശുവും പ്രസവിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ബ്രീഡിങ് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശരിയായ ഭക്ഷണക്രമം കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ മൊത്തത്തിലുള്ള ഈ ഫാമിൻ്റെ മാനേജ്മെൻറ്റ് നല്ല ഹൈജീനുണ്ട്. അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ വളരെ കുറവാണ്. ഇവിടെ ചെന പിടിക്കാതോ അല്ലെന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ മൂലമോ ഒരു പശുവിനെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അത് ഇവിടുത്തെ തൊഴിലാളികളുടെയും ഈ ഓണറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൻ്റെയും ഗുണമായിട്ട് തന്നെ ഉണ്ടാകുന്നു. ഏറ്റവും നല്ല രീതിയിൽ ഇത് സക്സസ്ഫുള്ളായിട്ട് പോകാനുള്ള ഒരു കാരണം ഇതും പിന്നെ അദ്ദേഹം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത മിൽക്ക് മാർക്കറ്റിങ്ങിൻ്റെ സ്വന്തമായ രീതികളും കൊണ്ടാണ് ഇത് ഏറ്റവും വിജയകരമായിട്ട് പോകുന്നത്. തണുപ്പടിക്കാതിരിക്കാനും ശുചിത്വത്തിനുമായി തൊഴുത്തിലെ തറയിൽ റബ്ബർ ഷീറ്റ് വിരിച്ചിരിക്കുന്നു. ആവശ്യമായ സമയത്ത് ചൂട് ക്രമീകരിക്കാൻ സ്പ്രിംഗ്ലർ സ്ഥാപിച്ചിട്ടുമുണ്ട്. 3 നേരം വെള്ളം കൊടുക്കും. കിഴക്കേക്കര കോവൂർ മിൽക്ക് സൊസൈറ്റിയുടെ സെക്രട്ടറി ഭാസ്കരൻകുട്ടി. കോവൂർ കിഴക്കേക്കര ക്ഷീരോത്പാദക സഹകരണ സംഘത്തിലെ അംഗമാണ് രാജലക്ഷ്മി അമ്മ. സംഘത്തിലെ ഏറ്റവും കൂടുതൽ പാലളക്കുന്ന കർഷകയാണ്. കരുനാഗപ്പള്ളി ബ്ലോക്കിലെ ഏറ്റവും കൂടുതൽ പാലളക്കുന്ന വനിതാ കർഷക കൂടിയാണ്.
സംഘത്തിൻ്റെ ഡയറക്റ്റ് ബോർഡ് അംഗമാണ്. ക്ഷീരവികസന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മിൽമയുടെയും സാമ്പത്തിക സഹായങ്ങൾ വളരെയധികം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. സ്റ്റാഫ് കട്ടറ്, സ്പ്രിംഗ്ലറ്, തീറ്റപ്പുൽ കൃഷിക്ക് ആവശ്യമായ ധനസഹായങ്ങൾ, മിൽമയിൽ നിന്നുള്ള മറ്റ് സഹായങ്ങൾ, ഇതൊക്കെ പരമാവധി വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. ശ്രീകുമാറിൻ്റെ അമ്മ രാജലക്ഷ്മി അമ്മയാണ് മാർഗദർശക. അമ്മയുടെ വഴി പിന്തുടർന്നാണ് 10 വർഷത്തോളമായി ശ്രീകുമാർ കാലി വളർത്തൽ ചര്യയാക്കിയത്. ഇപ്പോഴും അമ്മ തന്നെയാണ് ഫാമിൻ്റെ മേൽനോട്ടക്കാരി. ഏറ്റവും നല്ല ക്ഷീരകർഷകയ്ക്കുള്ള ക്ഷീരകർഷക അവാർഡ് രാജലക്ഷ്മി അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പാൽ വിപണനത്തിൻ്റെ ചുമതല ശ്രീകുമാറിൻ്റെ ഭാര്യ വി ശ്രീകലയ്ക്കാണ്. ശ്രീ മിൽക്ക് എന്ന പേരിൽ ഈ ഫാം ഫ്രഷ് മിൽക്ക് 1/2 ലിറ്റർ 1 ലിറ്റർ പാക്കുകളാക്കി സമീപ പ്രദേശത്തെ സൂപ്പർ മാർക്കറ്റുകൾ, മറ്റ് കടകൾ എന്നിവിടങ്ങൾ വഴി വിപണനം ചെയ്യുന്നു. സമീപവാസികൾ ഫാമിൽ നിന്ന് നേരിട്ടും പാൽ വാങ്ങുന്നു. രാവിലെ 5 മണിക്കും ഉച്ചകഴിഞ്ഞ് 2 മണിക്കും പാൽ വിൽപ്പന ആരംഭിക്കും. ഇന്നും രാവിലെ 5 മണി മുതൽ കവർ പാക്ക് ചെയ്യാൻ തുടങ്ങും. 6 മണി മുതൽ മാർക്കറ്റിംഗ് ചെയ്യും. സൂപ്പർ മാർക്കറ്റുകൾ, കടകൾ, പിന്നെ ആൾക്കാർ, ധാരാളം ആൾക്കാർ പാൽ വാങ്ങാൻ വരുന്നുണ്ട്. 20 രൂപയാണ് കവർ പാക്കിൻ്റെ വില. ഉച്ചയ്ക്ക് 2 മണി മുതൽ വീണ്ടും കവർ പാക്കിംഗ് ആരംഭിക്കും. ഏകദേശം ഒരു ദിവസം 250ഓളം കവർ ഇവിടെ നമ്മൾ പാക്ക് ചെയ്യുന്നുണ്ട്. പരിസരത്തുള്ളവർക്കെല്ലാം നമ്മൾ പാക്കിംഗ് അല്ലാത്ത രീതിയിലും ലൂസായിട്ടും കൊടുക്കുന്നുണ്ട് പാല്. മിക്കവാറും ദിവസം പാല് തികയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആവശ്യക്കാർ ധാരാളമുണ്ട്. ഇവിടുത്തെ ബയോഗ്യാസ് പ്ലാന്റിലെ സ്ലറി പുൽകൃഷിക്ക് വളമാണ്. പശുവിൻ്റെ തീറ്റക്കാര്യങ്ങളും മറ്റും കാര്യഗൗരവത്തോടെ ശ്രദ്ധിച്ചു വരുന്നത് കണ്ണൻ എന്ന ചെറുപ്പക്കാരനാണ്. 3 കുട്ടികളുള്ള ഒരാടും ഒരു പോത്തും ഇപ്പോൾ ഈ ഫാമിലെ അന്തേവാസികളായി കഴിഞ്ഞിരിക്കുന്നു. 10 വർഷമായി സ്ഥിരം തൊഴിലാളികളാണ് ഈ ഫാമിലെ ജീവനക്കാർ എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഈ ഫാമിൽ നിന്നും ലഭിക്കുന്ന സ്നേഹവും പരിഗണനയും എത്രത്തോളം ഉണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശ്രീകല ശ്രീകുമാർ ദമ്പതികൾക്ക് 2 മക്കളാണ്, ബാലഗോപാലും നവമിയും. ലോകപ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടറുടെ ജീവിതം പോലെ 24 മണിക്കൂറും ജോലിയിൽ മുഴുകുന്നു ഈ സംതൃപ്ത കുടുംബം. നൂതന സമ്പ്രദായങ്ങളിലൂടെ ഫാമിനെ കൂടുതൽ വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. അത് സഫലീകൃതമാകട്ടെ. എന്താ ഒരു ഗോവർദ്ധന കുടുംബ സ്വപ്നം മനസ്സിൽ വിടരുന്നുണ്ടോ? ഒത്തൊരുമ വേണം. ഒരുമയുള്ള കുടുംബത്തിനെ ശ്രീകല ശ്രീകുമാർ കുടുംബത്തിനെ അനുകരിക്കാനാവൂ. കൂടുതൽ വിവരങ്ങൾക്ക് ജി ശ്രീകുമാർ, രാജശ്രീ നിലയം, കിഴക്കേക്കര, തേവലക്കര PO, കൊല്ലം. ഫോൺ 9847133701. മട്ടുപ്പാവിൽ ഒരു സാഹസിക കൃഷി. മട്ടുപ്പാവിന് മട്ടും മാറും, വട്ടച്ചെലവിന് കാശും പോരും. കേൾക്കുമ്പോൾ തമാശയായി തോന്നിയേക്കാം. തിരുവനന്തപുരം കൊച്ചുവേളി ബാലനഗർ ഓൾ സയൻസ് കോളേജിന് സമീപം മേരി കോട്ടേജിലെ സി സതീഷ് കുമാർ നൂറുമേനിക്ക് ഇത് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നു. ടെറസിന് മുകളിൽ വാഴകൃഷി. അത്ഭുതമൊന്നും തന്നെയില്ല. നോക്കൂ, സതീഷ് കുമാറിന്റെ ടെറസിന് മുകളിൽ ബാരലുകളിൽ കുലച്ചു നിൽക്കുന്ന വാഴകൾക്ക് 7 മാസം പ്രായമേ ഉള്ളൂ. ഗ്രാൻഡ് 9 വാഴകളാണ് നട്ടിരിക്കുന്നത്. ഇതത്ര വലിയ കുലകളൊന്നുമല്ലല്ലോ എന്നാണോ? കുറഞ്ഞ ചെലവ്, കുറഞ്ഞ അധ്വാനം, എന്നിട്ട് ഈ കുലകൾ പോരെ എന്നാവും സതീഷ് കുമാറിന്റെ ചോദ്യം. 25 കിലോ ബാരലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചുവട്ടിൽ നിന്നും 2 ഇഞ്ച് ഉയരെയായി 1 ഇഞ്ച് വ്യാസത്തിൽ 3 ദ്വാരങ്ങൾ നീർവാർച്ചയ്ക്കായി ഉണ്ടാകും. തുല്യ അളവിൽ മണ്ണ്, മണൽ, ചാണകപ്പൊടി, കോഴിക്കാരം എന്നിവ ചേർത്ത 20 കിലോ മിക്സ്ചർ ബാരലിൽ നിറയ്ക്കും. അതിലാണ് വാഴക്കന്നുകൾ നടുന്നത്.